സോ എന്താണ് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ഏതൊക്കെ നോക്കിക്കോളൂ. സം ഓഫ് ദി ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആർ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ചില ജനറൽ റൂൾസുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? എനി എക്യുപ്മെന്റ്, പേജ് നമ്പർ 4. Okay. Any equipment brought into the labor room from outside must be wiped and cleaned. ഓക്കെ, ലേബർ റൂമിനകത്തേക്ക് കൊണ്ടുവരുന്ന ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും ഏതൊരു ഡിവൈസ് ആണെങ്കിലും എങ്ങനെയുള്ളതായിരിക്കണം? ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പുറത്തു നിന്നും കൊണ്ടുവരുന്ന ഏതൊരു ഡിവൈസ് ആണെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്. ലേബർ റൂം ഓരോ ഇന്റർവെൽസിലും എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഓരോ ഇന്റർവെൽസിലും ഓരോ ഡെലിവറി കഴിയുമ്പോഴും എന്താണ്? ലേബർ റൂം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. ലേബർ റൂമിൽ പലതരത്തിലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യുകയോ വേണം. The fourth one, please mute ചെയ്തോളൂ. Items stained with the blood or body fluids should be റിമൂവ് ഇൻസ്റ്റന്റ്ലി. ഓക്കെ, ബ്ലഡ് അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന കോട്ടൺസ് അതേപോലെ ഡ്രസ്സിങ്സ് ഇത്തരം മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ അവിടെ നിന്നും റിമൂവ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഡിസ്പോസലിന് വിധേയമാക്കിയിരിക്കണം. Then always use approved mopping techniques. ഓക്കെ, എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അപ്രൂവ്ഡ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? 2 മോപ്പിംഗ് ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് മോപ്പ് ചെയ്യേണ്ട രീതി. എങ്ങനെയായിരിക്കണം? ടുവേർഡ്സ് ദ എക്സിറ്റ്. ഓക്കെ, അകത്തു നിന്നും പുറത്തേക്ക് ആ രീതിയിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ടുവേർഡ്സ് ദ എക്സിറ്റ്, അകത്തു നിന്നും പുറത്തേക്ക് ആ രീതിയിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മോപ്പ് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് 5. ഓക്കെ, 5 അല്ലെങ്കിൽ എസിന്റെയോ 8ന്റെയോ പാറ്റേണിലായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? എസ് ഓർ 8 പാറ്റേണിലായിരിക്കണം എന്ത് മോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഷേപ്പിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെ ടെക്നിക്സ് ശ്രദ്ധിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് എങ്ങനെയാണ്? അകത്ത് നിന്നും പുറത്തേക്ക് ആ രീതിയിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞു എസ് അല്ലെങ്കിൽ 8 ആ പാറ്റേണിലായിരിക്കണം മോപ്പിംഗ് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ എന്താണ്? പ്രോപ്പർ ആയിട്ട് ജം ഫ്രീ ആകോ? ആ എൻവയോൺമെന്റ് ജം ഫ്രീ ആയിരിക്കോ? ഏതെങ്കിലും ഒരു ലോഷൻ യൂസ് ചെയ്യണം അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യണം. വെരി ഗുഡ്. ദെൻ പിന്നെന്താ? മോപ്പിന്റെ ഹെഡ് ഉണ്ടല്ലേ, നമ്മൾ മോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിന്റെ ഹെഡ് ഉണ്ട്. അത് വൺസ് ഇൻ എ വീക്ക് എങ്കിലും എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തിരിക്കണം, മാറ്റിയിരിക്കണം, ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, മോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിന്റെ ഹെഡ് എന്ത് ചെയ്യണം? റിമൂവ് അല്ലെങ്കിൽ എന്താണ്? വൺസ് ഇൻ എ വീക്ക് എങ്കിലും ചേഞ്ച് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന വാട്ടർ എങ്ങനെയായിരിക്കണം? ഒരേ വാട്ടർ തന്നെ യൂസ് ചെയ്താണോ ആ ഏരിയ മൊത്തം കവർ ചെയ്യേണ്ടത്? അല്ലേ, വെള്ളവും വാട്ടറും എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കണം. Then examine areas for seepage or any other issues and report instantly. ഓക്കെ, ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, സീപ്പേജ് എന്ന് പറഞ്ഞാൽ ചോർച്ച, അതേപോലെ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആരെ അറിയിക്കണം? അതോറിറ്റീസിന്, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കണം. ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. ഓക്കെ, ലേബർ ടേബിൾ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത് പ്രോസസ്സിന്, ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് ടൂൾ ആണ് അല്ലെ? അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ടൂൾ ആണ്. സോ അതെന്ത് ചെയ്യണം? ഓരോ ഡെലിവറിക്ക് ശേഷവും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. Then standard procedures for disinfection and sterilization required to be followed.
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകൾ ഉണ്ട്. അതെല്ലാം മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യണം? സൊല്യൂഷൻസ് യൂസ് ചെയ്തിരിക്കണം. വേണ്ടേ? മോപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെന്തൊക്കെയായിരിക്കാം? ഓരോ സൊല്യൂഷനും യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിന്റെ ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? there are 8 points, right? ഓക്കെ, എല്ലാം ക്ലിയർ ആണോ? ഓക്കെ, ഒരു ചെറിയ പാരഗ്രാഫ് കൂടി താഴെ വരുന്നുണ്ട്, നോക്കിക്കോളൂ. ദ ലേബർ റൂം ആൻഡ് കണക്ടിംഗ് പാസേജസ് ഷുഡ് ബി ക്ലീൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ലേബർ റൂമും അതിനെ ബന്ധിപ്പിക്കുന്ന പാസേജും ഉണ്ടാവും അല്ലെ, ആ പാസേജും എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണം? അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. ഒരു ദിവസത്തിൽ കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് എന്താണ്? 2 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, ലേബർ റൂമും അതിനെ ബന്ധിപ്പിക്കുന്ന പാസേജും നടക്കുന്ന ആ വഴിയും എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും 2 ടൈംസ് എങ്കിലും എന്താണ്? ക്ലീൻ ചെയ്തിരിക്കണം. ദെൻ സോയിൽഡ് ഏരിയാസ്. സോയിൽഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിയില്ലാത്ത ഡേർട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടായാലും മലിനമായിരിക്കുന്ന ആ ഏരിയ, അത്തരം ഏരിയാസ്. അതേപോലെ തന്നെ സ്പില്ലേജ് ഉണ്ടായിരിക്കാം, വേസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അതിനെന്ത് ചെയ്യണം? ഷുഡ് ബി ഡൺ അറ്റ് ദ ഏർലിയസ്റ്റ് ടൈം പോസിബിൾ. ഓക്കെ, കഴിയുന്നത്ര വേഗത്തിൽ അത് ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, സ്പില്ലേജുകളെ ആ ഏരിയയിൽ നിന്നും, ലേബർ റൂമിൽ നിന്നും എന്താണ്? റിമൂവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പോസലിന് വിധേയമാക്കിയിരിക്കണം. A detailed wash down of the labor room must be done at least twice a month. ഇനി ലേബർ റൂം എന്ത് ചെയ്യണം? മാസത്തിലെ കുറഞ്ഞത് 2 തവണയെങ്കിലും എന്ത് ചെയ്യണം? ഡീപ് ക്ലീനിങ്ങിന് വിധേയമാക്കണം, ഡീപ് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഇതില്? ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ഏതൊക്കെയാ ജനറൽ റൂൾസ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലേബർ റൂമിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഓരോ ഇന്റർവെൽസ് കഴിയുമ്പോഴും അഡിക്വേറ്റ് അത് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ ഡാമേജ്ഡ് എക്യുപ്മെന്റ്സ് ഒക്കെ സമയങ്ങളിൽ റീപ്ലേസ് ചെയ്യണം, അല്ലെ റിപ്പയർ ചെയ്യണം. ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണം. പിന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണം. അതായത് മോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ടുവേർഡ്സ് എക്സിറ്റ് ആയിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. പിന്നെ എസ് ഷേപ്പിലോ 8 പാറ്റേണിലോ മോപ്പ് ചെയ്യണം. പിന്നെ വാട്ടർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം. ലോഷൻസ് യൂസ് ചെയ്യണം മോപ്പ് ചെയ്യുമ്പോൾ. മോപ്പിന്റെ ഹെഡ് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും റിമൂവ് ചെയ്തിരിക്കണം. പിന്നെ എന്തെങ്കിലും സീപ്പേജ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യണം. പിന്നെ ഓരോ ഡെലിവറിക്ക് ശേഷവും ലേബർ ടേബിൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ സ്റ്റെറിലൈസേഷനൊക്കെ സമയാസമയങ്ങളിൽ സ്റ്റാൻഡേർഡ് സ്റ്റെറിലൈസേഷൻ കൊടുത്തിരിക്കണം. പിന്നെ ലേബർ റൂമിനും അത് ആയിട്ടുള്ള പാസേജും ട്വൈസ് എ ഡേ, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒരു ഡീറ്റെയിൽഡ് വാഷ് ലേബർ റൂമിന് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. ഡീപ് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് നോക്കിക്കോളൂ. ഇൻഫെക്ഷൻ കൺട്രോൾ refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. എന്താണ്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉണ്ടാകാവുന്ന ഇൻഫെക്ഷൻസ് അല്ലെ, അതിന്റെ റിസ്ക് കുറക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ മൂലമുണ്ടാകാവുന്ന അപകട സാധ്യതകൾ കുറക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And special attention and standard practice should be followed for cleaning the labor room.
ഓക്കെ, എന്താണ് ലേബർ റൂം പ്രോപ്പർ ആയിട്ട് നല്ല ശ്രദ്ധയോടുകൂടി എല്ലാ പോളിസീസും പാലിച്ചായിരിക്കണം, സ്റ്റാൻഡേർഡ് പ്രാക്ടീസും പാലിച്ചായിരിക്കണം ലേബർ റൂം ക്ലീൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പുവർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ഇൻ ലേബർ ആൻഡ് ഡെലിവറി റൂംസ് ലേസ് ദ പേഷ്യൻസ്, ഇൻഫാൻസ് ആസ് വെൽ ആസ് ദ ഹെൽത്ത് കെയർ സ്റ്റാഫ് അറ്റ് റിസ്ക്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ ഇത് ആരെയെല്ലാം അഫക്ട് ചെയ്യും? ലേബർ റൂം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ഇത് ആരെയെല്ലാം ആയിരിക്കാം ബാധിക്കുന്നത്? ആരെയൊക്കെ ബാധിക്കും? പേഷ്യന്റ്. ഓക്കെ, ദെൻ ബേബിയെ, ന്യൂ ബോണിനെ ബാധിക്കും അല്ലെ? അതേപോലെ ദെൻ സ്റ്റാഫിന് അല്ലെ, ഹെൽത്ത് കെയർ സ്റ്റാഫുകളെയും അമ്മയെയും കുഞ്ഞിന്റെയും ഹെൽത്തിനെ ഇത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോപ്പർ ആയിട്ട് ഈ ഏരിയാസ് നേരത്തെ പറഞ്ഞ ജനറൽ റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ഇനി നോക്കിക്കോളൂ, ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, Staff in collecting waste should wear utility gloves and closed shoes. Okay, different types of വേസ്റ്റുകൾ ഉണ്ട് ഹോസ്പിറ്റൽസിലും. ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരിക്കും അല്ലെ, സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അത്തരം സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? ഗ്ലൗസ്, യൂട്ടിലിറ്റി ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, യൂട്ടിലിറ്റി ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, ഷൂസ് കവർ ചെയ്തിരിക്കണം. ഓക്കെ, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള എന്താണ്, ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ അംശങ്ങൾ ഉണ്ടാകാം. അതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ എന്താണ്, ആ സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ പിടിപെടാനായിട്ട് കാരണമാകുന്നുണ്ട്. സോ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഗ്ലൗസ് വെയർ ചെയ്യണം. അതേപോലെ തന്നെ ഷൂസ് കവർ ചെയ്തിരിക്കണം. വേസ്റ്റ് ടു ബി ഗാദേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. വേസ്റ്റുകൾ എങ്ങനെയുള്ള കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്? ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പങ്ക്ചർ ഷാർപ്സുകളാണെങ്കിലോ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം അത്തരം വേസ്റ്റുകളെ, ഷാർപ്പ് ഒബ്ജക്ട്സുകളെ കളക്ട് ചെയ്യേണ്ടത്. വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3/4 ഫുൾ. ഓക്കെ, വേസ്റ്റുകൾ എപ്പോ ക്ലിയർ ചെയ്യണം? എപ്പോഴാണ്? ഫുൾ ആകാൻ വെയിറ്റ് ചെയ്യണോ? ഒരു 3/4, അതായത് 1/4 ഭാഗം ആകുമ്പോഴേക്കും ഇത്തരം വേസ്റ്റുകളെ എന്താണ്, ആ കണ്ടെയ്നറിൽ നിന്നും എന്താണ്, ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷസ് ആൻഡ് നോൺ ഇൻഫെക്ഷസ് വേസ്റ്റ്. ഓക്കെ, വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എപ്പോഴും എന്താണ്, സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഇൻഫെക്ഷസ് വേസ്റ്റ് അതേപോലെ തന്നെ നോൺ ഇൻഫെക്ഷസ് വേസ്റ്റ് എന്ന് സെപ്പറേറ്റ് വേർതിരിച്ചിട്ടുണ്ടായിരിക്കണം. And the next point, disinfect with bleaching mixture followed by washing and autoclave. ഓട്ടോക്ലേവിനാണെങ്കിലും അല്ലെങ്കിൽ വാഷിങ്ങിനാണെങ്കിലും ബ്ലീച്ചിങ് മിക്സ്ചർ യൂസ് ചെയ്യേണ്ടതാണ്. അതിന്റെ ഒരു സൊല്യൂഷൻ, ബ്ലീച്ചിങ്ങുമായിട്ട് വരുന്ന സൊല്യൂഷൻ എന്താണ്, യൂസ് ചെയ്തിരിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണത്? നമ്മൾ പഠിച്ചതാണ്. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരുന്നു? ഏതൊരു വേസ്റ്റ് ആണെങ്കിലും അതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ, ചില പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, അതും അല്ലെങ്കിൽ കെമിക്കൽ. ഇതൊക്കെയാണെങ്കിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, ചില സ്റ്റെപ്പുകൾ ഓർക്കുന്നുണ്ടോ? 0.1 ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്നു. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് PP വെയർ ചെയ്യണം. PP വെയർ ചെയ്യുക. ദെൻ പിന്നെന്തായിരുന്നു? കണ്ടെയ്ൻ ദി സ്പിൽ അല്ലെ, സ്പില്ലിന് എന്താ ചെയ്യുക? സ്പ്രെഡ് ചെയ്യാതെ കൺട്രോളിൽ കൊണ്ടുവരിക. അതിനുവേണ്ടി അബ്സോർബൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അബ്സോർബൻ പാഡ്സുകൾ യൂസ് ചെയ്യാം. ഈ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും പ്രോപ്പർ ആയിട്ട് എവിടെ ഡിസ്പോസ് ചെയ്യണം? ലേബൽ ചെയ്ത കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യണം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം, വേണ്ടേ? ആ ഏരിയ സർഫസ് ക്ലീൻ ചെയ്യണം. എങ്ങനെ ക്ലീൻ ചെയ്യണം? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെന്താ പറയുന്നത്? ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും എഗെയിൻ പേരെഴുതിയ ലേബിൾഡ് ചെയ്ത കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യണം. ദെൻ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നല്ലോ, എന്താണത്? ഫൈനൽ ഡിസ്പോസലിൽ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
എങ്ങനെയായിരിക്കണം ഡിസ്പോസലിന് കൊണ്ടുപോകേണ്ടത്? ഹോസ്പിറ്റൽ പോളിസീസും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്പോസലിന് കൊണ്ടുപോകേണ്ടത്. ക്ലിയർ ആണോ? ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇത്തരം പ്രൊസീജിയേഴ്സ് എന്തിനു വേണ്ടിയാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അല്ലെ, സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ്. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ, ഈ സ്റ്റെപ്സുകളെല്ലാം ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒരു ടോപ്പിക് ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്തൊക്കെയാ അതിൽ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ? വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി ഗ്ലൗസും ഷൂ കവേഴ്സും ഉപയോഗിക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫെക്ഷൻ കൺട്രോൾ സ്പ്രെഡ് ആവാണ്ടിരിക്കാനുള്ള പോളിസീസും പ്രൊസീജിയേഴ്സ് ആണ് ഇത്. ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള പോളിസീസും പ്രൊസീജിയേഴ്സ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടി? വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ സ്റ്റാഫുകൾ യൂട്ടിലിറ്റി ഗ്ലൗസും ഷൂ കവേഴ്സും വെയർ ചെയ്യണം. പിന്നെ വേസ്റ്റ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ കളക്ട് ചെയ്യണം. പിന്നെ വേസ്റ്റ് ആ കണ്ടെയ്നർ ഒരു 3/4 ആവുമ്പോൾ തന്നെ അത് ഡിസ്പോസ് ചെയ്യണം. പിന്നെ ഇൻഫെക്ഷ്യസും നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് വേണം വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ വാഷിങ്ങും ഓട്ടോക്ലാവ് ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് മിക്സ്ചർ യൂസ് ചെയ്യണം. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം. നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, ന്യൂ ബോൺ കെയർ. ഓക്കെ, ഒരു ന്യൂ ബോണിന് എന്തെല്ലാം കെയർ ആണ് നൽകേണ്ടത്? ന്യൂ ബോൺ കെയർ. Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics operation theaters of the delivery point. Okay, ഒരു ന്യൂ ബോണിന് അത് ലേബർ റൂമിലാണെങ്കിലും അല്ല എവിടെയാണ് ഒബ്സ്റ്റെട്രിക്സിന്റെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലാണെങ്കിലും എന്താണ് ന്യൂ ബോണിന് ആവശ്യമായ എല്ലാ കെയറും എല്ലാ ഫെസിലിറ്റീസും എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ്, സ്റ്റാഫ് നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. ആരൊക്കെ വേണം? ആരുടെയൊക്കെ സപ്പോർട്ട് വേണം? ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസ് വേണം, അതേപോലെ നേഴ്സസ് വേണം, സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് ഉണ്ടായിരിക്കണം. ദെൻ the service given at newborn care facilities consist of. Okay, ഒരു ന്യൂ ബോണിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ്, കെയർ നൽകുന്നതിന് ആവശ്യമായ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത്? ഫസ്റ്റ്, കെയർ അറ്റ് ബർത്ത്. ഓക്കെ, ബർത്ത് ടൈമിൽ നൽകേണ്ട കെയറുകൾ എന്തൊക്കെയാണ്? ആലോചിച്ച് നോക്കൂ, വേഗം വേഗം പറഞ്ഞോളൂ. ഒരു കുഞ്ഞിന്റെ ജനന സമയത്ത് എന്തൊക്കെ കെയർ നൽകണം ആ കുട്ടിക്ക്? എങ്ങനെയെല്ലാമാണ് ആ കുട്ടിയെ കെയർ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കുട്ടീനെ നന്നായി തുടക്കുകയൊക്കെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ബോഡി വെയിറ്റ് കുറവൊക്കെ ആണെങ്കിൽ അതിന് ഇൻക്യുബേറ്ററിലൊക്കെ കീപ്പ് ചെയ്യണം. അംബ്ലിക്കൽ കോഡ് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് വൈപ്പ് ചെയ്യണം. അതിനുശേഷം ബേബിയുടെ കുഞ്ഞിന്റെ എന്ത് ചെയ്യണം? ഹൈറ്റ് അതേപോലെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യും. പിന്നെന്താണ്? പിന്നെ വേറെന്താ? എന്തോ കുട്ടി കരയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കരയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ ഫിസിക്കൽ കണ്ടീഷൻ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ഫിസിക്കൽ എക്സാമിനേഷന് വിധേയമാക്കേണ്ടതാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് അല്ലെ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്? കെയർ അറ്റ് ബർത്ത് ജനന സമയത്ത് കൊടുക്കേണ്ട ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ. ഓക്കെ, വെരി ഗുഡ്. ടെമ്പറേച്ചർ എന്താണ്? ചെക്ക് ചെയ്തിരിക്കണം, വേണ്ടേ? നെക്സ്റ്റ് വൺ ആണ് ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ഓക്കെ,
അപ്പൊ നേരത്തെ ഒരു സാധാരണ കുഞ്ഞാണെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ആ കുഞ്ഞ് എങ്ങനെയാണ് എന്തെങ്കിലും ഒരു അസുഖത്തോടെയാണ് ജനിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കണം ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കെയറും കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്താണ് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെ ഹൈ ലെവൽ ഓഫ് കെയർ ആണ് അത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫെസിലിറ്റീസ് കൊടുക്കേണ്ടതുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന്റെ അടുത്ത് ഹാർട്ടിന്റെ എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടിയാണെങ്കിൽ അതിന്റെ ഡോക്ടേഴ്സിനെ അടുത്ത് ിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ട കുട്ടികളാണെങ്കിൽ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? NICUലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കണം. ഓക്കെ. ഇനി ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടതാണെങ്കിൽ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ എന്താണ് പറ്റാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും. അത്തരം കുട്ടികളാണെങ്കിൽ ട്യൂബിലൂടെ ഫീഡ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഹൈ ലെവൽ ഓഫ് കെയർ ആണ് ഈ കുട്ടികൾക്ക് നൽകേണ്ടത്. ക്ലിയർ ആണോ ഇത് രണ്ടും? ഇനി അതേപോലെ ലൈഫ് ത്രെട്ടനിങ് ആയ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി എന്താണ് ഫിസിക്കൽ എക്സാമിനേഷനും വിധേയമാക്കേണ്ടതാണ്. അതിന്റെ നെക്സ്റ്റ് പേജിൽ നോക്കിക്കോളൂ. റെസിസിറ്റേഷൻ. എന്താ റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ചിലപ്പോ എന്താണ് ബർത്ത് ടൈമിൽ കുട്ടികൾക്ക് എന്താണ് ശ്വാസം എടുക്കാനായിട്ട് ബ്രീത്തിങ്ങിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ സ്ലോ ആയിട്ട് എന്താണ് ഹാർട്ട് റേറ്റ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് കെയർ നൽകുന്നതിന് വേണ്ടി, അതായത് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ നൽകുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ അവരുടെ ഹാർട്ട് റേറ്റ് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നൽകുന്ന മെത്തേഡ്സുകളെയാണ് അല്ലെങ്കിൽ എന്താണ് ചില ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യും. അത്തരം മെത്തേഡ്സിനെയാണ് നമ്മൾ റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കുട്ടി എന്താണ് പുറത്ത് ടാപ്പ് ചെയ്യുക, അതേപോലെ കാലിൽ ഇങ്ങനെ പിടിക്കാറില്ലേ കരയുന്നതിന് വേണ്ടിയൊക്കെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മെത്തേഡിനെയാണ് റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. എന്താണ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്? കുട്ടിയുടെ ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. എന്തെല്ലാം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം? കുട്ടിയുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യണം. ദെൻ ഓക്സിജൻ സാച്ചുറേഷൻ വേണ്ട, ഓക്സിജൻ ലെവൽ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെന്താണ് റെസ്പിറേറ്ററി റേറ്റ്, ബ്രീത്തിങ് എന്താണ് പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത്, ആ ഒരു കാര്യം കൂടി എന്താണ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ അതിന് ഉപയോഗിക്കുന്ന എന്താണ് മോണിറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഒരു കുട്ടിയുടെ എന്താണ് ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വൈറ്റൽസ് എന്താണ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇമ്മ്യൂണൈസേഷൻ സർവീസ്. എന്താ? വാക്സിൻ. ഫസ്റ്റ് വാക്സിൻ എടുക്കും. വാക്സിൻ അല്ലെ, ഇൻഫെക്ഷൻ, കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി നൽകുന്ന അല്ലെ, രോഗപ്രതിരോധ ശക്തി നേടുന്നതിന് വേണ്ടി നൽകുന്ന വാക്സിൻസ് ഉണ്ട് അല്ലെ. ജനന സമയത്ത് കൊടുക്കുന്നതുണ്ട്. അതേപോലെ തന്നെ ഓറൽ ആയിട്ട് കൊടുക്കുന്ന വാക്സിൻസ് ഉണ്ട്, ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാമോ? ഓറലി വൈറ്റമിൻ എ ഒക്കെ കൊടുക്കുന്നത്. വൈറ്റമിൻ, അതേപോലെ പോളിയോ, പിന്നെന്താ MMR. MMR. അപ്പൊ ഇത്തരത്തിലുള്ള വാക്സിൻസ് എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനായിട്ട് പവർ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നോക്കിക്കോളൂ. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റീസ്. എന്താണ്? ഇനി എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി മീൻസ് എന്താണ് എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിസോർഡർ ഒക്കെ കണ്ടെത്തിയാൽ അത്തരം കുട്ടികൾക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഉയർന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന കെയർ ആണ് അത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അവർക്കും NICU ആവശ്യമാണെങ്കിൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കണം. ഇനി ടെമ്പറേച്ചർ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ എന്താണ് റേഡിയന്റ് വാർമറിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. പിന്നെ എന്താണ് ഫിസിക്കൽ എക്സാമിനേഷനും വിധേയമാക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? Then breastfeeding and feeding support. ഓക്കെ, ന്യൂ ബോണിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെ. ഒരു ന്യൂട്രീഷൻ ആണ് ബ്രസ്റ്റ് മിൽക്ക്. അരമണിക്കൂറിനുള്ളിൽ എന്താണ് കുട്ടിയെ ഫീഡ് ചെയ്യിപ്പിച്ചിരിക്കണം. അതേപോലെ തന്നെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും എന്താണ് വീണ്ടും ഫീഡ് ചെയ്യിപ്പിച്ചിരിക്കണം.
Then look into of high risk of newborn. Okay, high riskലെ newborns ഉണ്ട്, അതായത് പ്രിമച്വർ ബേബീസ് ആയിരിക്കാം. ചിലപ്പോൾ എങ്ങനെയാണ്, ലോ ബെർത്ത് വെയിറ്റ്, ഓക്കെ, എന്താണ്, ജനിക്കുന്ന സമയത്ത് വെയിറ്റ് കുറവുള്ള ബേബീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം? ഇപ്പൊ അമ്മയ്ക്ക് എന്തോ പ്രഷർ ലെവല്, പ്രഷർ കൂടിയാൽ അല്ലേ, പ്രഷർ ലെവൽ കൂടിയാൽ. അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാണ്, തൈറോയിഡ് ഉണ്ട്, ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞു, ബ്ലീഡിങ് ഉണ്ടായാല്. ഓക്കെ, അപ്പൊ എന്താണ്, ഡയബറ്റിക്സ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ, അമ്മയാണെങ്കിൽ, കുട്ടികൾക്ക് എന്താണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്തരം കുട്ടികളെയും എന്ത് ചെയ്യണം, ഹൈ ലെവൽ ഓഫ് കെയർ ആണ് അവർക്കും നൽകേണ്ടത്. ഓക്കെ, അവരെ NICUലേക്ക് മാറ്റേണ്ടതാണെങ്കിൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കണം. അതേപോലെ തന്നെ എന്താണ്, ഇൻക്യുബേറ്റർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യണം. അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ന്യൂ ബോണിനും പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then റെഫറൻസ് സർവീസ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് റെഫറൻസ് സർവീസ്. എന്താ റെഫറൻസ് സർവീസ്? ഓക്കെ, ചില ബേബീസ് എന്താണ് ഹൈ റിസ്ക് ഉള്ള ന്യൂ ബോൺസ് ഉണ്ടായിരിക്കാം അല്ലെ, അവർക്ക് പ്രോപ്പർ ആയിട്ട്, ഇപ്പൊ ഹൈ റിസ്ക് അല്ലെങ്കിലും നോർമൽ ആണെങ്കിലും എന്താണ്, എല്ലാ ന്യൂ ബോൺസിനും ആവശ്യമായ കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പാരന്റ്സിന് അറിഞ്ഞിരിക്കണം, വേണ്ടേ? പാരന്റ്സിനാണെങ്കിലും ഹെൽത്ത് കെയർ സ്റ്റാഫുകളാണെങ്കിലും എങ്ങനെയാണ് അത്തരം കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് എവിടെ നിന്നെല്ലാം അവർക്ക് റെഫറൻസ് ലഭിക്കുന്നതാണ്? ഓക്കെ, ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ സംബന്ധിച്ചാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കേട്ടിട്ടില്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ധാരാളം പ്രോട്ടോകോൾസ് പറയുന്നുണ്ട്. ഒരു ന്യൂ ബോണിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എന്തെല്ലാം കെയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, വ്യക്തമായ ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ ബേസിലായിരിക്കണം എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി പാരന്റ്സ് ആണെങ്കിലോ, എവിടെ നിന്നെല്ലാം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം? ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന്. ഓക്കെ, ഡോക്ടേഴ്സ്, പീഡിയാട്രീഷ്യൻസ്, പിന്നെ ആശാ വർക്കേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്തരത്തിലുള്ള റെഫറൻസുകൾ എന്താണ്, ഇൻഫർമേഷൻസ് നേടിയിരിക്കണം. ഇപ്പോഴത്തെ അമ്മമാരാണെങ്കിലോ, കുട്ടിക്ക് ചെറിയൊരു പനി വന്നു, നമ്മൾ എവിടെ ആദ്യം സെർച്ച് ചെയ്യുന്നത്? ഗൂഗിളിലാണല്ലേ, അങ്ങനെയാണോ? യെസ് മാം. അതെ, നമ്മുടെ റെഫറൻസ് ഗൂഗിൾ ആണ്, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട് ബർത്ത് ടൈമിൽ നൽകേണ്ട കെയർ, ബർത്ത് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബേബി ടെമ്പറേച്ചർ, പിന്നെ എംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യണം, വെയിറ്റ് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ബർത്ത് ടൈമിൽ കൊടുക്കേണ്ട ഫെസിലിറ്റീസ് ഉണ്ട്, അതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും അസുഖമായിട്ട് ജനിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിലോ? കുറച്ചുകൂടി ഉയർന്ന കെയർ നൽകണം, വേണ്ടേ? NICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷന് വിധേയമാക്കാം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി എന്താണ് റെസിറ്റേഷൻ? എന്താണ്? ബ്രീത്തിങ് പ്രോബ്ലം, അതെല്ലാം ഹാർട്ട് റേറ്റ് പ്രോബ്ലം. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ എന്താണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, അതിനെയാണ് റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്താ? അത് ഓക്സിജൻ ലെവൽ നോക്കുക കുട്ടിയുടെ, പിന്നെ റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് ബീറ്റ്, പിന്നെ ബോഡി ടെമ്പറേച്ചർ. വൈറ്റൽസ് എന്താണ് ചെക്ക് ചെയ്തിരിക്കണം, ഒബ്സർവ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റീസ്. ജന്മന എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഓക്കെ, അത് കണ്ടെത്തി അതിനാവശ്യമായ മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ മെഡിസിൻസ് നൽകണം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരം ഫെസിലിറ്റീസ് കുഞ്ഞിനെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ ബ്രസ്റ്റ് ഫീഡിങ് എന്താണ്? ഒരു പോയിന്റ് ഇമ്മ്യൂണൈസേഷൻ സർവീസ് ഉണ്ടായിരുന്നു. ഇമ്മ്യൂണൈസേഷൻ എന്താണ്? വാക്സിനേഷൻ, രോഗപ്രതിരോധ ശക്തി നേടുന്നതിന് ആവശ്യമായ വാക്സിനേഷൻ കുഞ്ഞിന് നൽകിയിരിക്കണം. അത് കുട്ടിയുടെ എന്താണ്, കുട്ടിക്ക് നൽകേണ്ട ഒരു ഫെസിലിറ്റിയാണ്. ദെൻ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞിന് എന്താണ് ഫീഡ് ചെയ്യിക്കണം. പിന്നെന്താണ്, ജനിച്ച അരമണിക്കൂറിനുള്ളിൽ എന്താണ് ഫീഡ് ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഫീഡ് ചെയ്യിപ്പിക്കണം. ദെൻ ഹൈ റിസ്ക് ന്യൂ ബോൺ, ആരൊക്കെയത്? ഹൈ റിസ്കിൽ വരുന്ന ന്യൂ ബോൺസ്
Low birth babies, premature babies. ബേബീസ്, പ്രിമച്ചർ ബേബീസ്, പിന്നെ എന്താണ് അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ആ കുഞ്ഞിനെ ബാധിക്കാവുന്നതാണ്. അത്തരം ബേബീസിനും എന്താണ് ഉയർന്ന നിലവാരത്തിലുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ റെഫറൻസ് സർവീസ്, ഓക്കെ, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. പല മീഡിയാസിൽ നിന്നും എന്താണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ബുക്സ് ആയിരിക്കാം, ചിലപ്പോൾ ബുക്സുകൾ ഇതിനെ കുറിച്ചുള്ള എന്താണ് ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും, അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, for proper newborn care things required to be done. ഓക്കെ, ന്യൂ ബോണിന് കെയർ കൊടുക്കുന്നതിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ന്യൂ ബോണിന്റെ കെയറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. ഓക്കെ, ബേബിയെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുൻപ് അത് ആരായാലും എന്താണ് മസ്റ്റ് ആയിട്ടും ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി ആയിരിക്കാം? Infections. കുട്ടികളാണ്, കുഞ്ഞുങ്ങൾക്ക് എന്താണ് അടുത്തേ കൂടി പോയാൽ തന്നെ അസുഖങ്ങൾ പിടിപെടും അല്ലെ? അപ്പൊ അവരെ ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ദെൻ റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. അമ്മയും കുഞ്ഞും എപ്പോഴും എങ്ങനെ ഒരുമിച്ചായിരിക്കണം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിലാണെങ്കിലും ഈവൻ വീട്ടിലാണെങ്കിലും അമ്മയും കുഞ്ഞും എപ്പോഴും ഒരുമിച്ചായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകാം? അവർ തമ്മിലുള്ള ഒരു ഒരു ബോണ്ട് ക്രിയേറ്റ് ആകുന്നത്, കണക്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വളർച്ചയ്ക്ക് സഹായിക്കും. മീൻസ് എന്താ, അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെ, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, ആ ഒരുമിച്ചുള്ള ആ ഒരു ഇതെന്താണ് അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരിക്കാം? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രൈവസി ഉണ്ട് അല്ലെ, അമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ, കുഞ്ഞിനെപ്പോഴൊക്കെയാണ് ആവശ്യം അപ്പോഴൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താണ് അവർ ഒരുമിച്ചായാലുള്ള ഗുണങ്ങളാണ്. ദെൻ കീപ്പിംഗ് ദ ബേബി വാം. കുഞ്ഞിനെ എന്താണ് എപ്പോഴും വാം ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, കുഞ്ഞിന്റെ ടെമ്പറേച്ചർ എപ്പോഴും എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതിനുള്ള ഒരു മെത്തേഡാണ് നേരത്തെ പറഞ്ഞത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. ഓക്കെ, അമ്മയും കുഞ്ഞും ഒരുമിച്ചായിരിക്കുക. ഓക്കെ, ആ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് എന്താണ് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് എന്താ ചെയ്യാറ്? പൊതിഞ്ഞ് കവർ ചെയ്ത് സൂക്ഷിക്കാറില്ലേ? കവർ ചെയ്ത് വെക്കാറില്ലേ? നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ടല്ലേ? ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീടേം ആൻഡ് LBW ബേബി. അതായത് പ്രിമച്ചർ ബേബീസ് ആണെങ്കിലും ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ആണെങ്കിലും അവർക്ക് എന്താണ് ഈ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി എക്സ്ട്രാ കെയർ നൽകണം. എന്തൊക്കെയായിരിക്കാം? വിസിറ്റേഴ്സിന് അധികം വീട്ടിലേക്ക് വിസിറ്റേഴ്സിന് ഓക്കെ, അതിനു മുമ്പ് പ്രിമച്ചർ ബേബീസ് ഒക്കെ എവിടെ ആയിരിക്കും? ായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് NICU. അവർക്ക് എന്താണ് റേഡിയന്റ് വോമർ അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിന്റെ ഹെൽപ്പോട് കൂടി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതാണ് എക്സ്ട്രാ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ റേഡിയന്റ് വോമർ അത് ഉപയോഗിക്കാം. പിന്നെ എന്താണ് ഇൻക്യുബേറ്റർ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ദെൻ കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. ഓക്കെ, നമ്മൾ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നു പറഞ്ഞു. ഇനി ആ കോഡ്, ആ ഭാഗം എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ആ സ്ഥലത്ത്, ആ ഏരിയയിൽ എന്താണ് നമ്മൾ ടച്ച് ചെയ്യാനായിട്ട് ലോ ബർത്ത് വെയിറ്റ്. LBW ലോ ബർത്ത് വെയിറ്റ്. ജന്മന എന്താണ് വെയിറ്റ് കുറവുള്ള കുട്ടികൾ ഉണ്ടാകുമല്ലോ. ഓക്കെ, ക്ലിയർ ആണോ? സോ എന്താണ് നമ്മൾ കോഡ് കട്ട് ചെയ്ത ഭാഗത്ത് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ? ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള കോട്ടന്റെയോ അല്ലെങ്കിൽ എന്താണ് ക്ലോത്തോ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെന്താണ് അവിടെ ഈർപ്പം നനവുണ്ടാകാനായിട്ട് പാടില്ല. പിന്നെന്താണ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റാൻസും, അതായത് പൗഡർ, ലോഷൻ പോലുള്ള സബ്സ്റ്റാൻസസ് ഒന്നും കുഞ്ഞിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റാൻസും ആ ഏരിയയിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ റെഡ്നെസ് അല്ലെങ്കിൽ എന്താണ് സെല്ലിംഗ് അല്ലെങ്കിൽ ഡിസ്ചാർജ്, ഇതെല്ലാം എന്തിന്റെ ലക്ഷണങ്ങളാണ്? എന്തിന്റെ സിംറ്റംസ് ആണ്? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ സിംറ്റംസ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഒരു ഡോക്ടറുടെ ഹെൽപ്പ് തേടേണ്ടതാണ്.
ക്ലിയർ ആണോ? കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. എപ്പോഴും ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക ആ ഏരിയ. The care provider should perceive the newborn at given intervals after delivery. Okay, after deliveryക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? Then care providers കുഞ്ഞിനെ പ്രോപ്പർ ആയിട്ട് ഓരോ ഇന്റർവെൽസിലും ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം? വൈറ്റൽ സൈൻസ്. വൈറ്റൽസ് ചെക്ക് ചെയ്യണം. ദെൻ പിന്നെ എന്തൊക്കെയായിരിക്കാം? കറക്റ്റായി ഫീഡ് ചെയ്യുന്നുണ്ടോ? ഫീഡിംഗ് പാറ്റേൺ എന്താണ്, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, അതേപോലെ റാഷസ് ഉണ്ടോ, എന്താണ് ഡീഹൈഡ്രേഷൻ ഉണ്ടോ, കുഞ്ഞിന് എന്താണ് ഡീഹൈഡ്രേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്താണ് ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കണം. ഓരോ ഇന്റർവെൽസിലും ഒബ്സർവ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, then protocols നോക്കിക്കോളൂ. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ഇതേപോലെ തന്നെ ചില പ്രോട്ടോകോൾസ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? സോ എന്താണ് ഇവിടെ നമ്മൾ ലേബർ റൂമിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രോട്ടോകോൾസ്. ഫസ്റ്റ് വൺ എന്താണ്? Entry to the labor room should be indirect. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ലേബർ റൂമിനകത്ത് ഡയറക്റ്റ് എന്താണ് പുറത്തു നിന്നും ഡയറക്റ്റ് ആയിട്ട് ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. അതിനു മുൻപ് ഒരു ബഫർ സോൺ ഉണ്ടായിരിക്കും. അതിലൂടെ മാത്രമായിരിക്കണം ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതേ സമയം തന്നെ എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ ക്യാപ്സ്, മസ്റ്റ് ആയിട്ടും ക്യാപ്സ് വെയർ ചെയ്യണം. ഷൂസ് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഷൂസ് കവർ ചെയ്യാം, അതല്ലെങ്കിൽ ലേബർ റൂമിനകത്ത് ധരിക്കാവുന്ന രീതിയിലുള്ള ചപ്പൽസ് ഉണ്ട്, അത്തരത്തിലുള്ള ചപ്പൽസ് വെയർ ചെയ്യുക. പിന്നെന്താണ്? മാസ്ക് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഒരു ബഫർ സോണിലൂടെ ആയിരിക്കണം ലേബർ റൂമിനകത്ത് കയറേണ്ടത്. Is it clear? Yes, ma'am. Yes. And then the next point നോക്കിക്കോളൂ. Entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, ANM on duty and other support staff. Cleaning staff should be allowed periodic entry. എന്താ പറയുന്നത്? ANM എന്താ? ANM ആരാ? നേഴ്സ് ആണ് അല്ലെ, ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് ആണ് ANM എന്ന് പറയുന്നത്. ഓക്കെ, ആ ചൈൽഡ് ബർത്ത് പ്രോസസ്സിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ നേഴ്സ്, അതാണ് ANM. ആർക്കൊക്കെ എൻട്രി ചെയ്യേണ്ട അകത്തേക്ക്? ലേബർ റൂമിനകത്തേക്ക് ആർക്കൊക്കെ പ്രവേശിക്കാം? പ്രഗ്നന്റ് വുമൺ, പിന്നെ ബർത്ത് പാർട്ട്ണർ, അവരുടെ സപ്പോർട്ടിംഗ് പേഴ്സൺ കയറാം. പിന്നെ ആർക്കാണ്? ഡോക്ടർ, പിന്നെ സപ്പോർട്ട് സ്റ്റാഫ്. ഇനി ക്ലീനിങ് സ്റ്റാഫ് എങ്ങനെയാണ് അകത്ത് കയറേണ്ടത്? പീരിയോഡിക് എൻട്രി ആണ്. അതായത് ഓരോ ഇന്റർവെൽസിലും എപ്പോഴാണോ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ? ക്ലീനിങ് സ്റ്റാഫിന് എപ്പോഴാണോ എന്താ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ മാത്രമായിരിക്കണം അകത്ത് പ്രവേശിക്കേണ്ടത്. ഓക്കെ, സോ തേർഡ് പോയിന്റ് നോക്കിക്കോളൂ. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, slippers, cap and mask should be worn by all visitors including the companion. Okay, pregnancy womanന്റെ കൂടെ വന്നിരിക്കുന്ന സപ്പോർട്ടിംഗ് പേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും എന്ത് ചെയ്യണം? സ്ലിപ്പേഴ്സ്, ക്യാപ്പ്, മാസ്ക് എന്നിവ വെയർ ചെയ്തതിന് ശേഷമായിരിക്കണം ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ക്ലിയർ ആണോ? And the fourth one, any visits of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task. Okay, മറ്റ് നേരത്തെ പറഞ്ഞ ആൾക്കാരല്ലാത്ത മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണെങ്കിൽ അവരുടെ വിസിറ്റ് എങ്ങനെയായിരിക്കണം? ഷോർട്ട് ടൈമിലേക്ക് ആയിരിക്കണം. അതായത് ഇപ്പൊ ക്ലീനിങ് സ്റ്റാഫ് അവരെങ്ങനെ അകത്ത് പ്രവേശിക്കേണ്ടത്? എപ്പോഴാണോ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ മാത്രമാണ് അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇതൊരു പ്രോട്ടോകോൾസ് ആണ് അല്ലേ, ചില നിർദ്ദേശങ്ങളാണ്, പോളിസീസ് ആണ്. എന്തിനു വേണ്ടിയാണിത്?
ഇൻഫെക്ഷൻ കൺട്രോൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ആ വുമണിന്റെ, പ്രഗ്നൻസി വുമണിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ ആണോ? ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman. ഓക്കെ, മെയിൽ സ്റ്റാഫുകളുടെ കാര്യം എന്താ പറയുന്നത്? മെയിൽ സ്റ്റാഫുകൾ ഡ്യൂട്ടി ടൈമിൽ മാത്രമാണ് അകത്ത് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഡ്യൂട്ടി ടൈം അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു ആക്സസറീസ് കൊണ്ടുവരാനോ ഫിറ്റിങ്ങിനോ ആ ഒരു ടൈമിൽ മാത്രമാണ് മെയിൽ സ്റ്റാഫുകൾക്ക് എൻട്രി ഉള്ളൂ, പെർമിഷൻ ഉള്ളൂ. അല്ലാത്ത ടൈമിൽ എന്താണ്, അവരകത്ത് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? എഗെയിൻ പേഷ്യന്റിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ക്ലിയർ ആണോ? യെസ് മാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം ആൻഡ് സൂപ്പർവിഷൻസ് വരുന്നുണ്ട്. ഈ രണ്ട് ചാപ്റ്ററോട് കൂടി ഈ രണ്ട് ടോപ്പിക്കോട് കൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ആ രണ്ട് ചെറിയ ടോപ്പിക്കാണ്, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനായിട്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് എന്തായിരുന്നു? ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. അതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? വിദ്യ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? വിദ്യക്ക് എന്തൊക്കെ മനസ്സിലായി? അത് പറഞ്ഞോളൂ. അതായത് ഓപ്പറേഷൻ മറ്റേ ക്ലീൻ ചെയ്ത ഔട്ട്സൈഡിലേക്ക് ക്ലീൻ ചെയ്ത ഇതുകള് ടുവേഴ്സ് എക്സ് അല്ലെ, അകത്ത് നിന്നും പുറത്തേക്ക്, അതാണ് ഉദ്ദേശിച്ചത്. ആ രീതിയിലായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ 8ന്റെ രൂപത്തിലോ ചെയ്യുന്നത് എസ് രൂപത്തിലായിരിക്കണം. പിന്നെ റീപ്ലേസ്ഡ് ആഴ്ചയില് ഒരിക്കലത് അതിന്റെ ഫ്രണ്ട് ഭാഗം ചെയ്തിരിക്കണം. സ്റ്റെയിൻഡ് ബോഡി ബ്ലഡ് ബോഡി ബ്ലഡും മറ്റേ ബ്ലോയിഡ് ഫ്ലൂയിഡ്സും ഒക്കെ സ്റ്റെയിൻ ചെയ്തു. അതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും എന്താണ്, കഴിയുന്നത്ര വേഗം തന്നെ ആ ഏരിയയിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ മോപ്പിംഗ് ടെക്നിക്ക് അനുസരിച്ചിട്ട് വേണം അത് മോപ്പ് ചെയ്യാനായിട്ട്. എന്താ ചെയ്യേണ്ടത്? ഡാമേജ്ഡ് എക്യുപ്മെന്റ്, മറ്റേ ഇതില് കണ്ടാമിനേഷൻ ചെയ്ത അതില് അപ്പൊ തന്നെ ഡാമേജ് എക്യുപ്മെന്റ് ഡിവൈസുകളാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യുക, അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അതായത് ഓരോ ഡെലിവറി കഴിയുന്നതിന്റെ അനുസരിച്ച് ടേബിള് ക്ലീൻ ചെയ്ത് പോണം. ഓക്കെ ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ടു ബി ഫോളോഡ്. എന്താണ്, ഡിസിൻഫെക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. പിന്നെന്താ പറയുന്നത്? ലേബർ റൂമും അതിനെ കണക്ട് ചെയ്യുന്ന പാസേജും എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് ദിവസത്തിൽ 2 തവണയെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഡീപ് ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴാണ്? മാസത്തില് 2 പ്രാവശ്യമെങ്കിലും ലേബർ റൂം ഡീപ് ക്ലീനിന് വിധേയമാക്കിയിരിക്കണം. ക്ലിയർ ആണല്ലോ വിദ്യ? ഓക്കെ, ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. കീർത്തന, എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്നോടാണോ മാം? കീർത്തന, ഓക്കെ പറയൂ. ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് പോളിസി അനുസരിച്ചിട്ടായിരിക്കും, പോളിസി ആൻഡ് പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കും. അത് സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി അത് സഹായിക്കും. അങ്ങനെ പോളിസി പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് അതിനകത്ത് പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. എപ്പോഴും വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യണം. പിന്നെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം.
വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലിയർ ഡിസ്പോസിബിൾ വെൻ, അതായത് ഒരു വേസ്റ്റ് കണ്ടെയ്നറിൽ 3 to 4 ഏകദേശം അളവെത്തുമ്പോൾ തന്നെ അത് ഡിസ്പോസ് ചെയ്യാം. അത് ഭാഗമെത്തുമ്പോഴേക്കും എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്തിരിക്കണം ആ വേസ്റ്റുകൾ ഡിസ്പോസലിന് വിധേയമാക്കി. ഓക്കെ. പിന്നെ വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യണം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും അതുപോലെ നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യണം. പിന്നെ അത് ഡിസിൻഫെക്റ്റൻ്റ് ആൻഡ് ബ്ലീച്ചിങ് മിക്സ്ചേഴ്സ് ഫോളോഡ് ബൈ വാഷിംഗ് ആൻഡ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിന് വേണ്ടിയിട്ട് അത് ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് മസ്റ്റ് ഫോളോഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, അതായത് ഓരോ ഇതിനും ഓരോ PP വെയർ ചെയ്യുക. പിന്നെ 1% ഓഫ് ഹൈഡ്രോക്ലോറിക് സൊല്യൂഷൻ വെച്ച് ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ വെച്ചിട്ട് അത് അപ്പം അതിന് ഓക്കെ. ഇൻഫെക്ഷൻ കൺട്രോളിൽ പറയുന്നത് അല്ലേ? എന്താണ്? സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും ഗ്ലൗസ് വെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഷൂസ് കവർ ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം വേസ്റ്റുകൾ കളക്ട് ചെയ്യേണ്ടത്. ഒരു 3/4 ആകുമ്പോഴേക്കും വേസ്റ്റുകൾ റിമൂവ് ചെയ്തിരിക്കണം, ക്ലിയർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ വേസ്റ്റുകൾ തരംതിരിച്ചായിരിക്കണം. എങ്ങനെ തരംതിരിക്കണം? എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ ആ രീതിയിലായിരിക്കണം വേസ്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ദെൻ ബ്ലീച്ചിങ് മിക്സ്ചർ, ഓക്കെ, എന്താണ്? ഡിസിൻഫെക്ഷൻ ആയിട്ട് ബ്ലീച്ചിങ് മിക്സ്ചർ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ദെൻ ന്യൂ ബോൺ കെയർ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അലൻ, എന്തൊക്കെയാ ന്യൂ ബോൺ കെയറിൽ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? അലൻ ഓർ വേറെ ആര് പറയും? നോർമൽ ഒരു കുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ നോർമൽ കെയർ കൊടുക്കണം ബർത്തിന്റെ സമയത്ത്. അതായത് കോഡ് കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള. പിന്നെ എന്തെങ്കിലും സിക്കായിട്ട് ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള അവരെ ഡോക്ടേഴ്സിനെ കാണിക്കണം. അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം. പിന്നെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, അതൊക്കെ ഇങ്ങനെ കുറവുള്ളൊക്കെ കുട്ടികളാണെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉള്ള മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ സ്വീകരിക്കണം. പിന്നെ വൈറ്റൽസ്, ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ്, പിന്നെന്തൊക്കെയായിരുന്നു വൈറ്റൽസിൽ, അതൊക്കെ നോക്കണം. പിന്നെ വാക്സിനേഷൻ സർവീസ് ഒക്കെ കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ഇറഗുലാരിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ ജനിച്ച് 30 മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡ് കൊടുത്തിരിക്കണം. പിന്നെ ഓരോ 2 hours ഫീഡ് ചെയ്യണം. പിന്നെ ഹൈ റിസ്ക് ആയിട്ട് ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് ഇൻക്യുബേറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നുള്ള റഫറൻസ് ആ ഒരു മെത്തേഡിലായിരിക്കണം, പോളിസിയൊക്കെ അനുസരിച്ച് പ്രൊസീജിയറൊക്കെ അനുസരിച്ചായിരിക്കണം ന്യൂ ബോണിനെ കെയർ ചെയ്യേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട്? വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുട്ടീനെ എടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം നന്നായിട്ട്. പിന്നെ കുട്ടീനെയും മദറിനെയും ഒരുമിച്ച് എപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുട്ടീനെ എപ്പോഴും പൊതിഞ്ഞ് സൂക്ഷിക്കണം. പിന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെ ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഇൻക്യുബേറ്ററിലൊക്കെ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ഒക്കെ ആണെങ്കിൽ ഇൻക്യുബേറ്ററിന്റെ ഹെൽപ്പ് ഒക്കെ തേടേണ്ടതാണ്. പിന്നെന്തായിരുന്നു? പിന്നെ കോഡ് കട്ട് ചെയ്യുമ്പോൾ അത് ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. പിന്നെന്താ കെയർ പ്രൊവൈഡർ
ഡെലിവറിക്ക് ശേഷം എന്ത് ചെയ്യണം? ഓരോ ഇന്റർവെൽസിലും ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഡ്യൂട്ടി വരുന്നുണ്ട്. ഓക്കെ, ഓരോ ഇന്റർവെൽസിലും എന്ത് ചെയ്യണം? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ കുട്ടിയെ ഒബ്സർവ് ചെയ്തിരിക്കണം. ഓക്കെ, കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ, അതേപോലെ ഫീഡിംഗ് പാറ്റേൺ പ്രോപ്പർ ആണോ, പിന്നെ എന്താണ് റാഷസ് ഉണ്ടോ, ഡീഹൈഡ്രേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ദെൻ പ്രോട്ടോകോൾസ് എന്തൊക്കെയാ? ഒരു ലേബർ റൂമിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാ? ലേബർ റൂമിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പാടില്ല. ഒരു ബഫർ സോൺ ഉണ്ട്, അതിലൂടെ ആയിരിക്കണം ലേബർ റൂമിലേക്ക് കയറേണ്ടത്. പിന്നെ അതുപോലെ ഷൂസ് ധരിക്കണം. പിന്നെ മാസ്ക്, ക്യാപ്പ് ഒക്കെ വെയർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. പിന്നെ എല്ലാവർക്കും ലേബർ റൂമിനകത്തേക്ക് പെർമിഷൻ ഇല്ല. പ്രഗ്നന്റ് വുമൺ, ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സ്, പിന്നെ അതർ സപ്പോർട്ട് സ്റ്റാഫിന് മാത്രമേ ലേബർ റൂമിനകത്തേക്ക് പെർമിറ്റ് ഉള്ളൂ. പിന്നെ ക്ലീനിങ് സ്റ്റാഫിന് കയറാം, അവർ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് മാത്രമേ കയറാൻ പാടുള്ളൂ. പിന്നെ ലേബർ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് സ്ലിപ്പേഴ്സ്, ക്യാപ്പ്, മാസ്ക് ഒക്കെ ധരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഫോർത്ത് വൺ അല്ലേ? പ്രഗ്നൻസി വുമൺ, അതേപോലെ എന്താണ് സപ്പോർട്ടിംഗ് പേഴ്സൺ, ഡോക്ടേഴ്സ്, നേഴ്സ്, ഇതല്ലാതെ അകത്ത് കയറുന്ന ക്ലീനിങ് സ്റ്റാഫ് പോലുള്ളവരുണ്ടല്ലോ, അവരുടെ ഡ്യൂട്ടി എന്താണ്? എപ്പോഴാണ് കയറേണ്ടത്? ഓരോ ഇന്റർവെൽസിലായിരിക്കണം. ഓക്കെ, എപ്പോഴാണോ പറയുന്നത് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ മാത്രമായിരിക്കണം അകത്ത് പ്രവേശിക്കേണ്ടത്. ക്ലിയർ ആണോ? ഷോർട്ട് ടൈമിലേക്കായിരിക്കണം അവരുടെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ മാം. ഓക്കെ, ആൻഡ് ദി ലാസ്റ്റ് വൺ. മെയിൽ സ്റ്റാഫ് ഷുഡ് ബി എൻറ്റേർഡ് ഡ്യൂട്ടി ടൈമിൽ മാത്രമേ മെയിൽ സ്റ്റാഫ് അതിനകത്ത് കയറാൻ പാടുള്ളൂ. അതായത് അവരുടെ വുമൻസിന്റെ പ്രൈവസിനെയും ഡിഗ്നിറ്റിനെയും നോക്കി വേണം മെയിൽ സ്റ്റാഫിന് അതിലേക്കുള്ള എൻട്രൻസ് കൊടുക്കേണ്ടത്. പെർമിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഡ്യൂട്ടി ടൈമിൽ മാത്രമായിരിക്കണം മെയിൽ സ്റ്റാഫുകൾ അകത്തേക്ക്, അവർക്ക് അപ്പോൾ മാത്രമാണ് പെർമിഷൻ ഉള്ളത്. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ്? പ്രോട്ടോകോൾസ് ആൻഡ് സൂപ്പർവിഷൻ. ഈ രണ്ട് ചെറിയ ടോപ്പിക്സ് ആണ്, അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡൗട്ട്സ് ഇല്ലെങ്കിൽ ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ? എന്തോ ക്വസ്റ്റ്യൻസേ ഈ ചാപ്റ്ററിലെ തന്നേക്കാട്ടോ. ശരി, താങ്ക് യു മാം. ബൈ.